ഹായ് ഫ്രണ്ട്സ്, വാനുസലാം ഫുഡ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വർഷങ്ങളായിട്ട് നിർത്തിവെച്ച നമ്മൾ ഈ ചാനൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ ഈ ചാനൽ നിർത്തിവെച്ചിരുന്നു. 2-3 വർഷമായി നിർത്തിവെച്ചിട്ട് വീട് പണിയും പല ആരോഗ്യ പ്രശ്നങ്ങളും കൊണ്ട് ഞാനിത് നിർത്തിവെച്ചതായിരുന്നു. ഇനി ഇന്ന് മുതൽ വീഡിയോ തുടർച്ചയായിട്ട് ഇടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും. ആവശ്യത്തിനുള്ള ചെറുപയർ, പഞ്ചസാര, മൈദ, ഈ 3 സാധനമാണ് സുഗീൻ ഉണ്ടാക്കുവാൻ വേണ്ടത്. പയർ വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള മാവ് തയ്യാറാക്കാം. ആവശ്യത്തിനുള്ള മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 തവി അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുക. ഇത് 3 കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ പരുവത്തിലായിരിക്കണം മാവിൻ്റെ ബാറ്റർ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ വേവിച്ച ചെറുപയറാണിത് നമ്മൾ സുഗീൻ ഉണ്ടാക്കാനുള്ള. അതൊരു ചെറിയ മിക്സി ജാറിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഇത് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നു. പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണ്ട. ഞാൻ ഇതേപോലെ ക്രഷ് ചെയ്തിട്ട് ചെറിയ നമുക്ക് എത്ര വലുപ്പം വെച്ചാൽ അത്ര വലുപ്പത്തിൽ ഇങ്ങനെ ബോൾസാക്കി മാറ്റാം. അപ്പോൾ നമ്മളെ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ നേരത്തെ ഉണ്ടാക്കിയ മാവാണിത്. ഇനി ഈ മാവിൽ മുക്കിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടാകാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ മാവിൽ മുക്കിയിട്ട് ചെറുതായിട്ട് നമുക്ക് മാവ് ഇതേപോലെ കോരി വയ്ക്കാം. ഇതൊന്നുകൂടി ഇതേപോലെ കാണിച്ചു തരാം. ഇതേപോലെ മാവിലേക്ക് ഇടുക. ഇതേപോലെ മാവ് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് കുത്തിയിട്ട് പതുക്കെ ഇങ്ങനെ പൊന്തിക്കുക. ഇതേപോലെ ഇങ്ങനെ ആക്കിയിട്ട് അടുത്തത് ഇടാം. അങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മളിത് മറിച്ചിട്ടു. നമ്മൾ കോരി ഒഴിച്ച അതേ തവി ഇതിന് ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അതിന് മാവ് ഒട്ടിയിരിക്കാരം. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ആകെ മാറിപ്പോവും. വേറൊരു തവി കൊണ്ട് ഇതേപോലെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇത് പാർന്ന ഉടനെ ഇത് ഇളക്കാൻ പാടില്ല. സിമ്മിലാക്കിയിട്ട് ചെറിയ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് മറിച്ചിട്ടു. നമ്മൾ കോരി ഒഴിച്ച അതേ തവി ഇതിന് ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അതിന് മാവ് ഒട്ടിയിരിക്കാരം. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ആകെ മാറിപ്പോവും. വേറൊരു തവി കൊണ്ട് ഇതേപോലെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇത് പാർന്ന ഉടനെ ഇത് ഇളക്കാൻ പാടില്ല. സിമ്മിലാക്കിയിട്ട് ചെറിയ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. നമ്മളെ സുഗീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് പൊളിച്ച് കാണിച്ചു തരാം. നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള സുഗീന്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.